ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ? എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് തുടങ്ങും, ഇനി ഇത്തവണ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു റിപ്പോർട്ടുമില്ല. അത് റിവേഴ്സ് രീതിയിലാണ് നമ്മുടെ AFF ഇന്ത്യൻ ഫുട്ബോളിനെ നിലവിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരാൾ പോലും ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. AFFിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളും ബിഡ് വെച്ചിട്ടില്ല. ഇനി അതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി പുതിയ ആൾക്കാർ വരും, എന്താ ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും ഇളകിയിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും ആദ്യം തുടങ്ങിയത് നമ്മുടെ അഡ്രിയാൻ ലൂനയാണ്. അഡ്രിയാൻ ലൂന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ടായത്. അതെല്ലാവരും ഇപ്പോൾ സ്റ്റോറിയായിട്ട് ഇപ്പോൾ അവസാനം സുനിൽ ഛേത്രിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അതുപോലെ എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സും ഈ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അതുപോലെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ പ്രഷർ വന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പട എല്ലാ ഫാൻസിനോടും ഓരോ ഇമെയിൽ അയക്കാനൊക്കെ പറഞ്ഞുള്ളത് AFFന്. അപ്പോൾ എന്തായാലും നിലവിൽ എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ പ്രഷർ വരുന്നുണ്ട് ISLുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുള്ള അറിയിക്കാൻ വേണ്ടി തന്നെ. പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്നറിയില്ല. AFFിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരെ ഇത് വെച്ച് നോക്കുമ്പോൾ, കല്യാൺ ചൗബയുടെ ഒക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് ബുദ്ധിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും അത്രയും ഗതികെട്ട അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം? എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി. ഇതൊക്കെ മാറി ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ നടക്കുമെന്ന് നമുക്ക് ഒരു ഹോപ്പ് വെച്ച് അതേ നടക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല പുതിയ ബിഡേഴ്സൊക്കെ ഇനി വരും. ഇവരെ ഈ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അവരുടെ രീതിയിൽ ഇനി നിന്ന് കൊടുത്താലേ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. ആകെ ഇതിലൊരു ISL നടത്തിക്കൊണ്ടുപോകാൻ ആകെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചുള്ളത് FSDLാണ്. പക്ഷേ അവരുടെ കണ്ടീഷന് ഒത്തു പോകണം. ഇനി അതിന് വഴങ്ങാതെ വേറെ വഴിയില്ല. AFF നേരം അവരുടെ ഈഗോ വെച്ചിരുന്ന ഇന്ത്യൻ ഫുട്ബോളാണ് നശിക്കാൻ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം, അത്രേ പറയാനുള്ളൂ.